അടുത്തുള്ള മരങ്ങളൊക്കെ വെട്ടി. ഇവിടെ നിന്ന് മരോട്ടി ഞാൻ വെട്ടിക്കളഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ രണ്ട് ഇത് നട്ടു. ഒരു രണ്ട് ജാതിയും ഒരു അവിടെ പിന്നെ മരോട്ടി നിന്ന ഏരിയയിൽ രണ്ട് ജാതി, ഒരു മാങ്കോസ്റ്റിൻ. അത് മാങ്കോസ്റ്റിൻ വലുതായിട്ടില്ല, അങ്ങ് മാങ്കോസ്റ്റിൻ അങ്ങനെ നിൽക്കുക. അത് അതിന് മുമ്പ് കേട്ടോ മാങ്കോസ്റ്റിൻ അങ്ങ് വലുതായി അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, പൊക്കായി. 10 അടിയല്ല, 10 അടി അടുത്ത് പൊക്കായിട്ടുണ്ട്. ഇതാകെ ഇപ്പം 3 അടി പൊക്കമായിട്ടേ ഉള്ളൂ. 3 അല്ലെങ്കിൽ 4 അടി പൊക്കമായിട്ടേ ഉള്ളൂ ഈ മാങ്കോസ്റ്റിൻ. അതിൻ്റെ ഒപ്പം നട്ടതാണ് ഈ ജാതിയൊക്കെ പൊങ്ങി വന്നു. മാങ്കോസ്റ്റിൻ ഇപ്പോഴും താഴെ ഇറങ്ങുക. പിന്നെ ഇവിടെ ഒരു മാവും തൈ നട്ടു ഈ ഏരിയയിൽ. അത് പിന്നെ ഓൾ സീസൺ മാവും തൈ ഒരെണ്ണം നട്ടു. ഒരു മാവും തൈ, ഇവിടെ ഒരു വെട്ടിയും ഇവിടെ ഒരു വെട്ടിയും ഇവിടെ ഒരു മരോട്ടി ഉണ്ടാവും. 2 വെട്ടി കളഞ്ഞു. അത് കഴിഞ്ഞ് നട്ടതാണ്. അപ്പോൾ ഈ ഒരു ഏരിയ ഇപ്പോൾ ഓപ്പൺ കാണുന്ന അതുകൊണ്ടാണ്. അവിടെ 2 ജാതിയും ഒരു മാങ്കോസ്റ്റിനും ഒരു മാവും തൈയും നട്ടു. ഇപ്പോൾ വീടിനോട് ചേർന്ന് അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള മരങ്ങളൊക്കെ ഒഴിവാക്കി. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ 2 പ്ലാവേ ഉള്ളൂ. അതുകൂടി ഭാവിയിൽ വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ വീടിനോട് ചേർന്ന് അങ്ങനെ മരങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു 2 പ്ലാവുണ്ട്. അതിപ്പോൾ അത്ര പ്രശ്നമുള്ളതല്ല. ഇപ്പോൾ എല്ലാം ബോർഡറിലേക്ക് മാറ്റി. വലിയ മരങ്ങളെല്ലാം സ്പോട്ടിൻ്റെ ബോർഡറിലേക്ക് മാറ്റി. ഞാൻ കഴിഞ്ഞ ഒരു 10-20 വർഷം കൊണ്ട് ചെയ്ത ഭരണപരിഷ്കാരങ്ങളാണ് വീടിനടുത്തുള്ള വലിയ മരങ്ങൾ ഒഴിവാക്കി. വീടിനോട് ചേർന്ന് മറ്റേ ഈ ജാതി, മാവ്, വീടിനോട് ചേർന്നുള്ള മരങ്ങൾ എന്ന് പറഞ്ഞാൽ ജാതി, മാവേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള മരങ്ങൾ. വലിയ മരങ്ങളൊക്കെ ദൂരമായിട്ട് മാറ്റി. ഈവൻ തെങ്ങടക്കം ദൂരമായിട്ട് മാറ്റി. ഇപ്പോൾ പഴയ തെങ്ങുകൾ 1-2 ഉള്ളൂ. ആ ഫ്രണ്ടിലേക്കുള്ള ഒരു 2 തെങ്ങുകളേ ഉള്ളൂ ഈ വീടിനോട് ചേർന്നുള്ള. ബാക്കിയെല്ലാം ദൂരെയൊക്കെ. അവിടെ ചെറിയൊരു ഇത് നിൽക്കുന്നുണ്ട്. എന്നാ സിട്രസ് ഫ്രൂട്ടിൻ്റെ ചെറുത് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നുണ്ട്. ബാക്കിയെല്ലാം തീർന്നു. അത് മമ്മി മാത്രമേ കഴിക്കാറുള്ളൂ. അതിന് ബാക്കി അധികം പേരെ കഴിക്കാറില്ല. നമ്മളൊക്കെ വല്ലപ്പോഴും കഴിക്കാറുണ്ട്. വീടിനോട് ചേർന്ന് അധികം ജാതിയും മാവും ഉള്ളൂ. പ്ലാവൊക്കെ കുറച്ചൊക്കെ മാറി നിൽക്കണം. അല്ലാതെ ഇതൊക്കെ ചെറിയ മരങ്ങളാണ്, പ്രശ്നമുള്ള മരങ്ങളല്ല. ഇരുമ്പമ്പുളി അങ്ങനെയുള്ളതൊക്കെ, കാപ്പി, ജാതി, മാവ്. വീടിനോട് ചേർന്ന് നമ്മളെപ്പോഴും. ഇത് കൊച്ചപ്പൻ്റെ വീടാണ് അപ്പുറം കാണുന്നത്. ഗ്രാൻഡ് ഫാദറിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു. ഇതൊരു 5-5.5 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ ഫാദറിനും ഫാദറിൻ്റെ ഒരു ബ്രദറിനായിട്ടാണ് അത് ഡിവൈഡ് ചെയ്തത്. അപ്പം എൻ്റെ ബ്രദറ് പിന്നെ അതിലൊരു 2.5 ഏക്കർ സ്ഥലമെല്ലാം കൊച്ചപ്പന് പോയി. 2.5 ഏക്കർ സ്ഥലം എനിക്ക് പോയി. ഫാദറിന് വന്നു. അതിൻ്റെ പകുതി ഈ ഏരിയ ഇവിടെ 1.25 ഏക്കർ സ്ഥലം എനിക്കും ബ്രദറിനും ഉണ്ടായിരുന്നു. എനിക്ക് 1.25 ഏക്കറുണ്ട്, ബ്രദറിനും ഉണ്ട് 1.25 ഏക്കർ സ്ഥലം. ഒരു 5-5.5 ഏക്കർ പ്രോപ്പർട്ടിയിൽ അത് ഗ്രാൻഡ് ഫാദറിൻ്റെ സ്ഥലമായിരുന്നു, ഈ കോട്ടുപള്ളി അടുത്ത്. മറ്റേത് കൊച്ചപ്പൻ്റെ പഴയ വീടാണ്. അത് പഴയ സ്റ്റൈൽ. എനിക്ക് തോന്നുന്നത് 70s പണിത വീടായിരുന്നു. അത് ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുക. അവിടെ വാടകക്കാരാണ് താമസിക്കുന്നത്. എന്തോ ബാങ്ക് മാനേജറോ മെഡിക്കൽ കോളേജ് സ്റ്റാഫൊക്കെയാണ്. ഹസ്ബൻഡ് ബാങ്ക് മാനേജറും വൈഫും മെഡിക്കൽ കോളേജ് സ്റ്റാഫും. മെഡിക്കൽ കോളേജിൽ എന്തോ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫ് ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പുറത്ത് കാണുന്ന കൊച്ചപ്പൻ്റെ വീടാണ്. കൊച്ചപ്പൻ മരിച്ചു പോയി. ഇപ്പം മോനാണ് അവിടെ താമസിക്കുന്നത്. അപ്പം അയൽവക്കം എന്ന് പറഞ്ഞാൽ ഈ കൊച്ചപ്പൻ്റെ വീടും ഉള്ളൂ. പിന്നെ ഈ റോഡിൻ്റെ ഇപ്പുറ സൈഡിൽ കൊച്ചപ്പൻ്റെ വീടും
ഉള്ളു. പിന്നെ അപ്പുറത്തുള്ള പീറ്റർ ചാച്ചൻ്റെ വീട്, പീറ്റർ ചാച്ചൻ്റെ ഫാദർ മരിച്ചപ്പോൾ അന്ന് കോയമ്പത്തൂർ എന്നെ വിളിക്കാൻ വന്ന 2 പേരിൽ ഒരാൾ പീറ്റർ ചാച്ചനും, ഒരാൾ അന്ന് ടാക്സിയാണ് വന്നത്. ടാക്സിയുടെ കൂടെ ആരെങ്കിലും വിടണമല്ലോ. അപ്പോൾ കൊച്ചമ്മമാർക്ക് വരാൻ പറ്റില്ലായിരുന്നു, ഇവിടെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു ഫാദർ മരിച്ചപ്പോൾ. അപ്പോൾ അന്ന് കോയമ്പത്തൂർക്ക് വന്ന 2 പേരിൽ ഒന്ന് പീറ്റർ ചാച്ചനും, ഒന്ന് അവിടെ പീറ്റർ ചാച്ചൻ്റെ കസിൻ മരിച്ചുപോയി. പുള്ളി പീറ്ററാണ്. തൊട്ടടുത്ത വീട്, പീറ്റർ ചാച്ചൻ്റെ തൊട്ടടുത്ത വീട്. പീറ്റർ മരിച്ചുപോയി. പീറ്ററും പീറ്റർ ചാച്ചനും കൂടെയാണ് അന്ന് വന്നത് കോയമ്പത്തൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ എന്നെ വിളിക്കാനായിട്ട്, അന്ന് ഫാദർ മരിച്ചിട്ട്. റംബുട്ടാൻ നമുക്ക് നന്നായിട്ട് കാണാം, എപ്പോഴും നല്ല. അതിന് മാത്രമേ ഇപ്പോൾ പഴമുള്ളൂ, ബാക്കി പഴങ്ങളെല്ലാം തീർന്നു. അല്ല, റംബുട്ടാനിൽ മാത്രമേ പഴമുള്ളൂ. റോഡിൻ്റെ അപ്പുറ സൈഡിലൊരു വീടുണ്ട്, 2 വീടുണ്ട്. ഒന്ന് വാടകക്കാരും, ഒന്ന് പണ്ടുപോലെ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. മെയിനായിട്ട് പിന്നെ അങ്ങ് ദൂരെ കാണുന്ന ഒരപ്പഴയുടെ ബാക്കിലൊരു വീടിൻ്റെ ഷോപ്പ് കണ്ടില്ലേ, നമ്മുടെ ബാക്കിലൊരു വീടിൻ്റെ കുറച്ച് ഭാഗമായിട്ട് കാണാൻ കണ്ടില്ലേ, അതാണ് പീറ്റർ ചാച്ചൻ്റെ വീട്. അതാ 1-2 മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ പിന്നെയാണ് അത് ക്ലിയറായി കാണാൻ പറ്റുള്ളൂ. നേരത്തെ കാണാൻ പറ്റില്ല ഇവിടെ നോക്കി കഴിഞ്ഞാൽ. അതിൻ്റെ ഒരു കോർണർ കാണാൻ. അയൽവക്കം ഇങ്ങനെ 2 അയൽവക്കമേ ഉള്ളൂ. ബാക്ക് സൈഡിലും കാര്യമായ വീട്ടുകാരില്ല. പിന്നെ റോഡിൻ്റെ അപ്പുറം 2 വീട്ടുകാരുണ്ട്. ഞാൻ പറഞ്ഞ 2 3 ബാബുച്ചേട്ടൻ്റെ വീട് അങ്ങനെ കാണാൻ പാടില്ല. അവിടെ നിന്ന് പെരുമ്പിള്ള ബാബുച്ചേട്ടൻ്റെ വീട് അങ്ങ് ദൂരെയുണ്ട്. പിന്നെ ഓപ്പോസിറ്റ് ഒരു ഡ്രൈവറും ഫാമിലിയുണ്ട്. അതൊക്കെ ഇവിടെ പണ്ടുപോലെ ഉള്ള ആളുകളാണ്. പിന്നെ ഉള്ളത് ഓപ്പോസിറ്റ് സൈഡിലൊരു വീട്, അത് പണ്ട് അപ്പൻ്റെ പണിക്കാരൻ തന്നെ ആയിരുന്നു. ഒരു മത്തായി ചേട്ടൻ്റെ എന്ന് പറഞ്ഞ ഒരാളുടെ വീടാണ് അത്. കാരമോളക്കാർ മേടിച്ചു, ഇവിടെ വന്ന് താമസിച്ചു. പിന്നെ കാരമോളക്കാർ വേറെ വീട് പണിത് ഇവിടുന്ന് പോയി. അപ്പോൾ അവർ വാടകയ്ക്ക് കൊടുത്തേക്കണം. അത് മോളയിൽ മത്തായി ചേട്ടൻ എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ പഴയ പണിക്കാരനാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലം മുറുമറ്റത്തേക്കല്ലെ പോൾക്കുരിയൻ്റെ സ്ഥലമായിരുന്നു. അതിപ്പോൾ ഓമ്പാളയിൽ അനീഷും ഒക്കെയാണ് മേടിച്ചേക്കുന്നത്. അനില ഓമ്പാളയിൽ അനില മേടിച്ചേക്കുന്നത്. അനീഷല്ല കേട്ടോ, അനില മേടിച്ചേക്കുന്നത്. ഇവിടെ പണ്ടൊരു പുളി എന്നതാണ്. ഇപ്പം അവിടെ ഈ പുളി നിന്നോടത്ത് ഞാൻ പണ്ട് ഒരു ജാതിയും 2 ജാതി അവിടെ ആ പുളി നിന്നോടത്ത് വന്നു. അത് വലുതായി വരണ്ടേ. പുളി നിന്ന ഏരിയയിലാണ് 2 ജാതി വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇപ്പം മറിഞ്ഞുകൊണ്ടിരിക്കുക. പുളി പറഞ്ഞ വെട്ടിക്കളല്ലായിരുന്നു. അത് വലിയ മരമായിരുന്നു, അത് ഞാൻ വെട്ടിക്കളഞ്ഞു. വീടിനോട് ചേർന്നേക്കണ വലിയ മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞു. ഈ ഒരുപാട് കാറ്റ്, നമ്മുടെ പ്രദേശത്തൊക്കെ ഒരുപാട് കാറ്റ് വന്നു തുടങ്ങിയ പിന്നെയാണ് ഞാൻ ഈ വലിയ മരങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കിയത്. ഇനിയിപ്പോൾ ഈ ഒരു തെങ്ങ് മാത്രമേ ഉള്ളൂ ഫ്രണ്ടിൽ ഉള്ളത്. അത് വേറെ ഡാമേജൊന്നും കാണിച്ചിട്ടില്ല. 2 തെങ്ങ്, ആ റോഡ് സൈഡിലൊരു തെങ്ങ്, ഈ ഒരു തെങ്ങ്, 2 തെങ്ങാണ് ഇനി വെട്ടിക്കളയാനുള്ളത്. ബാക്കിലെ 2 പ്ലാവും. വീടിനോട് ചേർന്നുള്ള വലിയ മരങ്ങളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഒഴിവാക്കുക. എല്ലാം ഇപ്പോൾ ബോർഡറിലേക്ക് മാറ്റി.